ഹലോ നമസ്കാരം. ഒറ്റപ്പെടൽ, വിഷാദം, സങ്കടം, വിഷമങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത പല സിറ്റുവേഷൻസ് കാരണം നമ്മൾ ഒറ്റയ്ക്ക് സഫർ ചെയ്യാണ്. നമ്മളെ ആർക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പറയാണ്. പക്ഷെ നമുക്ക് ഉള്ളിലുള്ള തിരി ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഭാരത സർക്കാരിൻ്റെ സൗജന്യ മാനസികാരോഗ്യ സേവനമായ ടെലിമാനസിനെ കുറിച്ചിട്ടാണ്. ടെലിമാനസ് ഏത് സമയത്തും ആർക്കും തികച്ചും സൗജന്യമായിട്ട് ഇതിലൂടെ വിദഗ്ധ സഹായം തേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ, നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ രഹസ്യവും സുരക്ഷിതവുമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ സംസാരിക്കാം. ഹിന്ദി കംഫർട്ടബിൾ ആണെങ്കിൽ ഹിന്ദി, ഇന്ത്യയിലെ ഭാഷകളിൽ കേട്ടോ. ഹിന്ദി കംഫർട്ടബിൾ ആണെങ്കിൽ ഹിന്ദി, മലയാളം, ലക്ഷദ്വീപ് മലയാളം, അങ്ങനെ എല്ലാ റീജിയനിലുള്ള ലാംഗ്വേജസിനും ഓപ്ഷൻസ് ഉണ്ട്. പരിശീലനം ലഭിച്ച വിദഗ്ധർ നമ്മളോട് സംസാരിക്കും, നമ്മൾ പറയുന്നത് കേൾക്കും, നമുക്ക് ആവശ്യമുള്ള കൗൺസിലിംഗ് തരും. ഇനി എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ അവരത് അതിനെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ളത് കേൾക്കാൻ തന്നെ ഒരാളുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ. അതും ഒരു ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു കാശും കൊടുക്കേണ്ട, സൗജന്യമായിട്ട്. അപ്പോൾ നമ്മൾ സഹായം തേടുന്നത് ഒരു ബലഹീനതയായിട്ട് കാണണ്ട. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ പറയാം, 14416. ഒന്നും കൂടെ പറയാം, 14416. നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. ഈ നമ്മൾ ജലദോഷം, പനി, ഛർദി, വയറിളക്കൊക്കെ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് മെൻ്റൽ കാര്യങ്ങളും. മൈൻഡിൽ നമുക്ക് ഡിപ്രഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് നമ്മളൊരു കാരണവശാലും മടി കാണിക്കരുത്. തെറ്റായ ഡിസിഷൻസ്, ഇങ്ങനെ മടി കാണിച്ച് ഡിപ്രഷനൊക്കെ കൂടിയാണ് ചിലരൊക്കെ സൂയിസൈഡ് ചെയ്യുന്നതും തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നിൽക്കില്ല. നമ്മൾ അങ്ങനെയുള്ള ടെൻഷൻസൊക്കെ വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യും, അതിനുള്ള വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. നമ്മുടെ സിറ്റുവേഷൻസൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ മൈൻഡ് സ്ട്രെങ്ത് ആയിട്ട് വെക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഫ്രീ സർവീസ് അല്ലേ. അപ്പം കൗൺസിലിംഗ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ആളെങ്കിലും തെറ്റായ ഡിസിഷൻ, സൂയിസൈഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് അയാളൊന്ന് പിൻവലിഞ്ഞാൽ നമുക്ക് അത്രയും ഹാപ്പി അല്ലേ.